ദിവസം ഒരു കുട്ടിയും അച്ഛനും പാർക്കിലേക്ക് പോവാണ്. പാർക്കിൻ്റെ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടി ഒരു പട്ടം കാണാണ്. ഞാൻ പട്ടം വാങ്ങിച്ച് ഇങ്ങനെ പറത്തി കളിക്കുകയാണ്. സമയത്ത് പട്ടം ഇങ്ങനെ ഉയരുന്നുണ്ട്, പക്ഷെ അധികം ഉയരത്തിലൊന്നും പോകുന്നില്ല, കാരണം നൂല് കയ്യിലുണ്ട്. അപ്പോൾ ആ കുട്ടി അച്ഛനോട് പറയാണ്, അച്ഛാ ഈ നൂല് ഞാനങ്ങ് വെട്ടിക്കളഞ്ഞാൽ ഈ പട്ടം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഉത്തരത്തിന് കാക്കാണ്ട് ആ കുട്ടി ആ നൂല് കട്ടിയാണ്. പട്ടം നല്ല ഉയരത്തിൽ ഇങ്ങനെ പറന്ന് പോയി. പക്ഷേ നിമിഷങ്ങൾക്കകം ആ പട്ടം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി നിൽക്കുകയാണ്, അവിടെ തകർന്ന് വീഴുകയാണ്. അപ്പോൾ കുട്ടി അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാൻ വിചാരിച്ചത് ആ പട്ടം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുമെന്നാണ്, പക്ഷേ എന്തുകൊണ്ടാണ് അത് താഴേക്ക് വീണു പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛന് ഉത്തരം കൊടുക്കുന്നുണ്ട്, ഈ നൂലിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ആ പട്ടം കാറ്റിനെ ഓവർകം ചെയ്തിട്ട് ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. ഇനി ആ ഒരു നൂലിനെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സപ്പോർട്ട് പോവുകയും ആ പട്ടത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും വിട്ടുപോയിട്ട് താഴേക്ക് വന്ന് പതിക്കുകയാണ് ചെയ്തത്. ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഒരാളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. നമ്മളൊരു കുട്ടിയാകുമ്പോൾ ആ കുട്ടി മാതാപിതാക്കളുടെ സപ്പോർട്ട് കൊണ്ട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റും. ആ സപ്പോർട്ട് നമ്മൾ നിർത്തലാക്കും ലൈഫ് താഴ്ന്ന നിലയിലേക്ക് നിലംപതിക്കുന്നതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് നമ്മൾ ഒരാളുടെ സപ്പോർട്ടോടുകൂടെ മുന്നോട്ട് നയിക്കണം.